ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റിലീസായ ഹൈസ്കൂൾ റിട്ടേൺ ഓഫ് എ ഗാങ്സ്റ്റർ എന്നൊരു ആക്ഷൻ കോമഡി സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സെക്രട്ടറിയും ജെയിമിൻ്റെ ഫ്രണ്ട്സിനെയുമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ജെയിമിൻ്റെ ഫ്രണ്ട്സിന് അവൾ പണം കൊടുത്ത് അവരോടായി, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം, മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ജോലിയും ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ പോയത് കിമ്മിനെ കാണാനാണ്. ആദ്യം അവൾ അവനെ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അവനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. ശേഷം ചോയ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും അവൻ കാണുന്നത് തന്നെയും കാത്തു നിൽക്കുന്ന ജേഹോനെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു. തൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടായ ചോയിയെ തടഞ്ഞുകൊണ്ട്, നീ ഇനി മുതൽ എൻ്റെ ക്ലാസ്സിലാ, വിക്ടിമും ബുള്ളിയും ഒരേ ക്ലാസ്സിൽ പാടില്ല എന്ന് പറഞ്ഞ് നിന്നെ എൻ്റെ ക്ലാസ്സിലേക്ക് മാറ്റി എന്നവൻ ചോയിയോട് പറയുന്നു. ശേഷം കിമ്മിനെ കാണിക്കുന്നു. ആ സമയം ക്ലാസ്സിലേക്ക് ചോയി കയറി വന്നതും കുട്ടികൾ അവനോട് നിന്നെ ക്ലാസ് മാറ്റിയില്ലേ എന്ന് ചോദിച്ചതും അതിന് മറുപടിയായി അവൻ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാ, പിന്നെ സോങ് എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ഞാൻ പ്രിൻസിപ്പാളിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ സീറ്റിൽ പോയി ഇരിക്കുന്നു. ചോയ് കിമ്മിനോട്, ഞാൻ അത് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നീ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കണ്ട, ഇത് ഞാൻ കാരണമല്ലേ സംഭവിച്ചത്, ഞാൻ തന്നെ ഇത് തീർത്തോളാം. അപ്പോഴാണ് അവിടേക്ക് ജെയ്മിൻ കയറി വന്നത്. അവൻ കിമ്മിനെ കണ്ട്, നിനക്കെതിരെ സ്കൂൾ വയലൻസിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് പോയതായി കേട്ടല്ലോ എന്നവൻ പറഞ്ഞതും കിമ്മും ചോയും കൂടി അവൻ്റെ വായ പൊത്തി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ 3 പേരും കിമ്മിനെതിരെയുള്ള പരാതിയെപ്പറ്റി സംസാരിക്കുന്നു. അവരോട് സംസാരിച്ചു കഴിഞ്ഞ് കിം അവിടെ നിന്ന് പോകുന്നു. കിം നേരെ പോയത് ജെയിമിൻ്റെ ഫ്രണ്ട്സിനെ കാണാനാണ്. സെക്രട്ടറി പറഞ്ഞിട്ട് ഈ ജെയിമിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും ആ പരാതി കൊടുത്തത്. കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ അവൻ അവരോട് പറയുന്നുണ്ടെങ്കിലും അവർ അത് കേൾക്കുന്നില്ല. കിമ്മിനെ ബുള്ളി ചെയ്തപ്പോൾ എടുത്ത വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതിൻ്റെ ധൈര്യത്തിലാണ് അവർ അവനെതിരെ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തത്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ പേടി എന്തിനും കൂടെ നിന്ന ജെയിമിനെയാണ്. അവനെയും തങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ അവർ ജെയിമിനോട് സംസാരിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ജെയിമിനോട് സംസാരിക്കുന്നു. നീ ഇപ്പോൾ നല്ല പിള്ള ചമയാൻ നിൽക്കണ്ട, എല്ലാത്തിനും നീയാണ് കാരണം എന്ന് പറഞ്ഞ് സോങ്ങിനോട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളും അവർ എണ്ണി എണ്ണി ജെയിമിനെ ഓർമ്മിപ്പിക്കുന്നു. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കിം ഓഫീസ് റോഡ്, ഞാനാണ് വിക്ടിം എന്ന് പറഞ്ഞ് തെളിവ് കാണിക്കാനായി ഫോൺ എടുത്ത് സ്കൂളിൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയതും പണ്ട് സോങ്ങിനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോയും അതിലില്ല. എല്ലാ വീഡിയോസും നേരത്തെ തന്നെ ജെയിമിൻ്റെ ഫ്രണ്ട്സ് ഡിലീറ്റ് ചെയ്തതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ കിമ്മിനെ കാണാൻ ഡെങ് സുവും ജോങ്ങും വരുന്നു. തനിക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണത്തെപ്പറ്റി അവൻ അവരോട് പറയുന്നു. ശേഷം വീട്ടിലേക്ക് കയറി വന്ന ജെയിമിനോട് അവൻ്റെ സിസ്റ്റർ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ജെയിമിൻ അവനോട് ഇന്ന് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളായി ഓർക്കുന്നു. ശേഷം ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ചോയ് കിമ്മിനോടായി, സ്കൂൾ വയലൻസിൻ്റെ പ്രോബ്ലം എല്ലാം തീർന്നു എന്ന് പറഞ്ഞതും അതെങ്ങനെ എന്ന് കിം തിരിച്ചു ചോദിക്കുന്നു. കാരണം കിമ്മിനറിയാം ചോയിയുടെ അച്ഛന് തന്നോടുള്ള ശത്രുത, അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും പരാതി പിൻവലിക്കില്ല എന്ന് അവനറിയാം. ഞാൻ അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ, കാരണം നീയാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് ചോയ് അവനോട് പറയുന്നു. ശേഷം അവർ സ്റ്റഡി റൂമിൽ ഇരിക്കുമ്പോഴാണ് കിമ്മിന് ജോങ്ങിൻ്റെ കോൾ വന്നത്. കിം അവരുടെ അടുത്തേക്ക് പോകുന്നു. അവർ അവനോട്, ചിൽസങ് ബോസിന് സുഖമായി, നിന്നെക്കുറിച്ച് ബോസ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തു തന്നെ നിന്നെ കാണാൻ ബോസ് വരുമെന്ന് അവർ പറഞ്ഞതും ബോസിന് സുഖമായി എന്ന് കേട്ടപ്പോൾ തന്നെ കിമ്മിന് സന്തോഷമാകുന്നു. അവൻ അവരോട് ചെയർമാനെ പറ്റി ചോദിച്ചതും അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നീ പേടിക്കണ്ട, നീ ഇപ്പോൾ എക്സാമിൽ ശ്രദ്ധിക്ക്, ഈ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, നിന്നെ ഞങ്ങൾ ഒരിക്കലും ജുവനൈൽ ഹോമിലേക്ക് അയക്കില്ല, എന്തിനും ഏതിനും ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ എന്നവർ അവനോട് പറയുന്നു. പിറ്റേ ദിവസം നടന്ന ക്ലാസ് ടെസ്റ്റിൽ കിം നല്ല മാർക്ക് വാങ്ങിക്കുന്നു. അവൻ്റെ ഫോണിലേക്ക് പോലീസിൻ്റെ മെസ്സേജ് വന്നതും അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവനെ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ അവൻ അവളോട്, എനിക്കിന്ന് എന്തായാലും നിന്റെ കൂടെ വരാൻ കഴിയില്ല, എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നതും പെട്ടെന്നാണ് സോങ് എന്ന് വിളിച്ച് ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് വന്നത്. അത് സ്റ്റഡി റൂമിൽ വെച്ച് അവന് ജ്യൂസ് കൊടുക്കുന്ന പെണ്ണായിരുന്നു. അവളും അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ സമയമില്ല, പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. കിം അവിടെ നിന്ന് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്.
കിമ്മിൻ്റെ കേസ് പ്രോസിക്യൂഷനിലേക്ക് ഇത്ര വേഗത്തിൽ എത്തിയതിനെപ്പറ്റി അവർ സംസാരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് അടുത്ത ദിവസം തന്നെ പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് ഹാജരാകണം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നത്. പോലീസുകാരൻ അവനോട് പ്രോസിക്യൂഷനെ സ്വാധീനിക്കാത്ത വണ്ണം ഈ കേസിൽ താല്പര്യമുള്ള ആരോ ഉണ്ട് എന്ന് പറയുന്നു. ചോയ് സ്കൂൾ വയലൻസ് കമ്മിറ്റി റിപ്പോർട്ട് ക്യാൻസൽ ചെയ്തതിനെപ്പറ്റി ടീച്ചറും ചോയുടെ അച്ഛനും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ടീച്ചറെ അന്വേഷിച്ച് ചോയ് വന്നത്. അവൻ അച്ഛനെ കാണുന്നു. തൻ്റെ റൂമിലിരുന്ന് ഇന്ന് അവനോട് അച്ഛൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി അവൻ ആലോചിക്കുന്നു. ചോയും അച്ഛനും മാറി നിന്ന് സംസാരിക്കുന്നു. അവൻ്റെ അച്ഛൻ അവനോട്, നീ അമ്മയെ ഉപയോഗിച്ച് ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റ് ക്യാൻസൽ ചെയ്യിച്ചല്ലേ? എന്നാൽ അവനെതിരെയുള്ള പുതിയ കേസ് പ്രോസിക്യൂഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റെ കഴിവിനെ പരമാവധി ഉപയോഗിച്ച് അവനെ ഞാൻ ജുവനൈൽ ഹോമിൽ പറഞ്ഞയക്കും. നീ അവനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പിന്നീട് നീ എൻ്റെ മകനായിരിക്കില്ല. അയാൾ പറഞ്ഞതെല്ലാം ആലോചിച്ച് കിമ്മിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ജെയ്മിനെ കാണാനായി പോകുന്നു. ജെയ്മിനോടായി അവനെ രക്ഷിക്കാനായി ഒരു മാർഗമേ ഉള്ളൂ. നീ സമ്മതിക്കണം, നിങ്ങളാണ് സോങ്ങിനെ ബുള്ളി ചെയ്തതെന്ന്. അവൻ വിക്റ്റിമാണെന്ന് തെളിവുകളെല്ലാം ശേഖരിച്ച് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് നീ വരണം എന്നവൻ പറഞ്ഞതും ജെയ്മിൻ അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചോയ് അവനോട് ജെയ്മിനു വേണ്ടി സോങ് ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ജെയ്മിൻ ചോയ് പറഞ്ഞതെല്ലാം ആലോചിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നു. രാത്രിയിൽ തനിയെ ഇരിക്കുന്നുണ്ടായ ജെയ്മിൻ്റെ അടുത്തേക്ക് കിം വന്നിരുന്നതും ജെയ്മിൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി അവനോടായി, എനിക്കറിയാം, ഞാൻ അവിടെ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ നീ രക്ഷപ്പെടും. പക്ഷേ എനിക്ക് പേടിയാ. എനിക്ക് കോളേജിൽ പഠിക്കണമെന്നുണ്ട്. എനിക്കറിയാം അത്ര വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷെ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകണമെന്ന് എനിക്കുണ്ട്. എന്നോട് നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞതും അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി, നീ പേടിക്കണ്ട, ജുവനൈൽ ഹോമിലേക്ക് നീ പോവില്ല. പക്ഷെ നീ ഇപ്പോൾ സോറി പറഞ്ഞത് തെറ്റായ ആളോടാണ്. നീ സോറി പറയേണ്ട ആൾ തിരിച്ചു വരും. അപ്പോൾ നീ അവനോട് സോറി പറയണം എന്ന് കിം സോങ്ങിനെ ഉദ്ദേശിച്ച് പറയുന്നു. നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ച് അവൻ ജെയ്മിനെയും കൂട്ടി ഫുഡ് കഴിക്കാനായി പോകുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ജെയ്മിനോടായി, ആളുകൾക്ക് മാറാൻ പറ്റില്ല എന്നാണ് പറയുക, പക്ഷെ നീ മാറണം. നിന്റെ ഗ്രാജുവേഷൻ സെറിമണി ഫംഗ്ഷനിൽ നീ ഒരു നന്മയുള്ള മനുഷ്യനായി പങ്കെടുക്കണം എന്നവൻ പറയുന്നു. ജെയ്മിൻ അവിടെ നിന്ന് ഇറങ്ങിയതും നീ എന്തിനാ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ കണ്ടപ്പോൾ വിശന്നിരിക്കുന്നയാളായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് കിം അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ ചോയെ വിളിച്ച്, നിന്റെ അച്ഛനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാം, അത് നിന്റെ തെറ്റല്ല. സോങ് തിരിച്ചു വരുമ്പോഴേക്കും പൂർത്തിയാക്കാൻ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നേടാനായില്ലെങ്കിലും നിന്നെപ്പോലൊരു നല്ല ഫ്രണ്ടിനെ ഞാൻ നേടിയെന്ന് അവൻ പറയുന്നു. ജെയ്മിനാണെങ്കിൽ കിം പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് കരയുന്നു. ശേഷം കിം ഉണർന്നപ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അമ്മയാണ്. അവർ സംസാരിക്കുന്നു. അമ്മ അവനെ സെക്രട്ടറി എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപ്രകാരം ജോങ്ങും ഡങ്സുവും അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ശേഷം ജെയ്മിൻ വീടെല്ലാം വൃത്തിയാക്കി തൻ്റെ സിസ്റ്ററിന് കഴിക്കാനായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു കുറിപ്പും എഴുതി ഒട്ടിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം കിമ്മും ചോയും പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് പോകുന്നു. ഇതേ സമയം ഡോങ്സുവും ജോങ്ങും സെക്രട്ടറിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവർ അത് കിമ്മിനെ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ചോയുടെ അച്ഛൻ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്നത്. പെട്ടെന്ന് അവിടേക്ക് ജെയ്മിൻ കയറി വരും, എല്ലാം തുറന്നു പറയാനായി. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജെയ്മിൻ ആ റൂമിലേക്ക് വന്നത് കാണിച്ചുകൊണ്ടാണ്. അവനെ കണ്ട കിം, നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്കൂളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടതും ജെയ്മിൻ അവനുള്ള മറുപടി കൊടുത്ത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നു. അവൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുന്നത് ജെയ്മിൻ തങ്ങളുടെ ഭാഗത്തു നിന്ന് കിമ്മിനെതിരെ പറയുമെന്നാണ്. എന്നാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയ ജെയ്മിൻ അവിടെ ഉണ്ടായിരുന്ന ബാഗ് എടുത്ത് കിമ്മിന് എറിഞ്ഞു കൊടുത്ത് അതിലുണ്ടായിരുന്ന ഐപാഡിൻ്റെ പാസ്വേഡും പറഞ്ഞു കൊടുക്കുന്നു. ജെയ്മിൻ്റെ ഫ്രണ്ട്സ് അത് തടയാൻ നോക്കിയതും കിമ്മും ചോയും ജെയ്മിനും കൂടി അവരെ അടിച്ചിടുന്നു. ചോയുടെ അച്ഛൻ അവനെ അടിക്കുന്നത് കണ്ട് അവനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. അവിടേക്ക് ഓഫീസേഴ്സ് വന്നതും കിം അവർക്ക് അതിലുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ജെയ്മിനും അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞതും ഓഫീസേഴ്സിന് മനസ്സിലായി ജെയ്മിനും ഫ്രണ്ട്സുമാണ് കുറ്റക്കാരെന്നും. അവരെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകാനായി ബസ്സിലിരുത്തിയതും ജെയ്മിൻ പുറത്തേക്ക് നോക്കുന്നു. എന്നാൽ അവൻ പുറത്തു കണ്ടത് ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോങ്ങിനെ ആയിരുന്നില്ല, യഥാർത്ഥ സോങ്ങിൻ്റെ ആത്മാവിനെ ആയിരുന്നു. ആ ആത്മാവിനെ നോക്കി അവൻ തൻ്റെ മനസ്സിൽ തട്ടി ആത്മാർത്ഥയോടെ സോറി പറയുന്നു. ചോയെയും കൂട്ടിപ്പോയ അവൻ്റെ അച്ഛൻ അവനോടായി, കിമ്മുമായുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും വിടണം, നിന്നെ ഞാൻ സ്കൂൾ മാറ്റുകയാണ്,
എന്ന് പറഞ്ഞതും ഞാൻ ഒരിക്കലും അവനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വിടില്ല. നിങ്ങൾ എന്നെ സ്കൂൾ മാറ്റാൻ നോക്കിയാൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയ കിം ചിൽസൺ ബോസിൻ്റെ അടുത്തേക്ക് പോയി അയാളോട് സംസാരിക്കുന്നു. എന്നാൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി തൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് കിം ഡൂപ്പാലാണെന്ന്. കിം അത് തിരിച്ചറിയുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ഡങ്സുവിനോടും ജോങ്ങിനോടുമായി കിം ഡൂപ്പാലിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്നും കൂടി പറഞ്ഞിട്ടാണ് അയാൾ പോയത്. ശേഷം അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കാറിനായി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കിം. അമ്മയെ കാറിൽ പറഞ്ഞയച്ച് അവൻ ചെയർമാനെ കാണാനായി എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി അവൻ ഡങ്സുവിനെയും ജോങ്ങിനെയും വിളിച്ച് എയർപോർട്ടിലേക്ക് വരാനായി പറയുന്നു. ചോയിയോട് ക്ലാസ്സിലെ കുട്ടികൾ സോങ് എവിടെ എന്ന് ചോദിച്ചതും അവൻ നടന്നതെല്ലാം അവരോട് പറയുന്നു. മാത്രമല്ല ജെയ്മിൻ സോങ്ങിനെ സഹായിച്ച കാര്യവും അവൻ അവരോട് പറയുന്നു. ശേഷം ചെയർമാനും കൂട്ടരും എയർപോർട്ടിലേക്ക് വന്നതും കിം അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നു. അവനെ കണ്ട സെക്രട്ടറി അവിടെ നിന്ന് ഓടിപ്പോയതും അവൻ ചെയർമാൻ്റെ അടുത്ത് പോയി നമുക്ക് തനിച്ച് സംസാരിച്ചാലോ എന്ന് പറഞ്ഞതും അയാൾ അവനോട് നീ സോങ് അല്ലേ എന്ന് ചോദിക്കുന്നു. ചെയർമാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ സെക്രട്ടറിയും കൂട്ടി കിം അവിടേക്ക് വരുന്നു. ഡോങ്സുവും ജോങ്ങും പുറത്തേക്ക് പോയതും അവൻ സെക്രട്ടറി ഇത്രയും നാളും ചെയ്ത ഓരോ കാര്യങ്ങളും അയാളോട് പറയുന്നു. അമ്മയ്ക്ക് ഓവർഡോസുള്ള മരുന്ന് കൊടുത്തതും അതിലൂടെ അമ്മയെ ആ മരുന്നിൻ്റെ അടിമയാക്കിയതും തനിക്കെതിരെ സ്കൂൾ വയലൻസിന് പരാതി കൊടുത്തതും ഗാങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ച് അമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതുമെല്ലാം അവൻ അയാളോട് പറയുന്നു. എന്നാൽ അവൾ അത് എതിർത്ത് ഇവൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ചെയർമാനോട് പറയുന്നുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിക്കാതെ അവൾ ചെയ്തതിനെല്ലാം ദേഷ്യപ്പെട്ട് കേട്ടതും അവൾ അയാളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. അവൾ അയാളുടെ കാല് പിടിച്ചത് കണ്ട കിം അവിടെയല്ല എൻ്റെ കാല് പിടിക്ക് എന്ന് പറഞ്ഞതും അവൾ കിമ്മിൻ്റെ കാല് പിടിക്കുന്നു. അവൾ കാല് പിടിച്ചതും കിം അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൽ കുറച്ച് വെള്ളമെടുത്ത് അവളുടെ തല വഴി ഒഴിക്കുന്നു. എന്നിട്ട് അവളോടായി ഇനി നീ സോങ്ങിൻ്റെയും അമ്മയുടെയും ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റതും ചെയർമാൻ സോങ് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകനായി അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞതും അതിൻ്റെ ആവശ്യമില്ല എന്നവൻ പറഞ്ഞ് അയാൾക്കുള്ള തക്ക മറുപടിയും കൊടുത്ത് അവൻ അവിടെ നിന്ന് പുറത്തു പോകുന്നു. ശേഷം കിം ഡങ്സുവിൻ്റെയും ജോങ്ങിൻ്റെയും അടുത്തെത്തി അവരോട് പോകാൻ പറഞ്ഞ് അവൻ നടന്നതും ഡങ്സു മുമ്പ് കിം ഡൂപ്പാൽ പറഞ്ഞ കാര്യം ഓർക്കുന്നു. ചിൽസങ് പോകുന്നതിന് മുമ്പും നിങ്ങൾ ഇവിടെ നിന്ന് കിം ഡൂപ്പാലിനെ സഹായിക്കണമെന്ന് പറഞ്ഞതും അവൻ ഓർക്കുന്നു. അതൊക്കെ ഓർത്തതും ഡങ്സുവിന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നു. ശേഷം സോങ്ങിൻ്റെ അമ്മ തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്ന് അവർ ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും ആസ്വദിക്കാൻ തുടങ്ങുന്നു. അവർ അവനെ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കും. അവൻ ഫോൺ വെച്ചതും തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് സോങ്ങിൻ്റെ ആത്മാവിനെയാണ്. അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ മാറി. ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. ആ സെക്രട്ടറിക്ക് വേണ്ട ശിക്ഷ കൊടുത്തു. അമ്മയെ സംരക്ഷിച്ചു. നിനക്ക് തന്ന എല്ലാ പ്രോമിസും ഞാൻ പാലിച്ചെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അവൻ പറയുന്നു. ഇനി ഒരാഴ്ച മാത്രമേ കിം ഡൂപ്പാലിന് സോങ്ങിൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ കഴിയൂ എന്ന് അവൻ മനസ്സിലാക്കുന്നു. ശേഷം സോങ് ക്ലാസ്സിലേക്ക് പോയതും ചോയ് അവനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചോയ് അവനോടായി നിന്റെ DNA പെർഫെക്റ്റ് മാച്ചാണ്. അപ്പോൾ കിം എന്ന നിന്റെ ആത്മാവ് സോങ്ങിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതാണെങ്കിലോ? അത് കേട്ട കിം എനിക്കറിയില്ല, എന്നെ ടീച്ചർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കിം അവിടെ നിന്ന് മുങ്ങുന്നു. സോങ്ങിനെ പറ്റി മോശമായ കാര്യങ്ങൾ ചോയുടെ അച്ഛനെ അറിയിച്ചതിന് ജേഹോ കിമ്മിനോട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ജ്യൂസ് കൊടുക്കുന്ന പെൺകുട്ടി അവനെ പ്രപ്പോസ് ചെയ്തതും ഞാൻ നിനക്ക് 2 ദിവസത്തിനകം ഉത്തരം തരാമെന്ന് അവൻ മറുപടി പറയുന്നു. ചോയിയോടായി നീ എന്താ ഇന്നലെ വൈകി വന്നതെന്ന് അച്ഛൻ ചോദിച്ചതും ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെന്ന് അവൻ മറുപടി പറഞ്ഞ് പോകുന്നു. ശേഷം ചോയ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ജേഹോ പോയി ചെയ്തതിനെല്ലാം അവൻ ചോയിയോട് മാപ്പ് ചോദിക്കുന്നു. ശേഷം സോങ് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു എന്ന് അവൻ ചോയിയോട് പറഞ്ഞതും അവൻ അവിടെ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. കിമ്മിനെ കണ്ട് അവൻ ഓരോന്നും ചോദിച്ചതും നീ എൻ്റെ കൂടെ വാ, നിന്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് കിം ഡൂപ്പാലിൻ്റെ ചിതാഭസ്മം വെച്ച സ്ഥലത്തേക്ക് ചോയിയെ അവൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കിം ഡൂപ്പാലിൻ്റെ ചിതാഭസ്മം നോക്കി ചോയിയോട് ഞാനാണ് മരിച്ചത്. സോങ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാനാണ് അവനെ രക്ഷിക്കാൻ നോക്കിയത്. അപ്പോഴാണ് എൻ്റെ ആത്മാവ് സോങ്ങിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത്. എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞ ശേഷം സോങ്ങിൻ്റെ ആത്മാവിനെ ചോയ്ക്ക് അവൻ കാണിച്ചു കൊടുത്ത് കിം അവിടെ നിന്ന് ഇറങ്ങിയതും അവനെ കാണാൻ ഡങ്സു അവിടെ വരുന്നു. ഡങ്സുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ കിമ്മിന് മനസ്സിലായി അവന് സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന്. അവരുടെ അടുത്തേക്ക് ജോങ്ങും കൂടി വന്നതും അവർ അവിടെ നിന്ന് പോകുന്നു. ശേഷം ചോയും സോങ്ങിൻ്റെ ആത്മാവും തമ്മിൽ സംസാരിക്കുന്നു. അന്ന് രാത്രി ഞാൻ കാരണമാണ് നീ ആ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്.
നീ എന്നോട് സഹായിക്കാനായി പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. കാരണം എനിക്ക് പേടിയായിരുന്നു. ചോയ് ഓരോ കാര്യങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞ് സോങ്ങിനോട് സോറി ചോദിക്കുന്നു. നീ എന്നോട് സോറി ചോദിക്കണ്ട. ഞാൻ എപ്പോഴേ അതൊക്കെ ക്ഷമിച്ചു. നിനക്ക് ഇപ്പോഴെങ്കിലും സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കുന്നു. തൻ്റെ കൂടെ ഇത്രയും വർഷം സ്നേഹത്തോടെ നിന്നതിന് ഡങ്സുവിനോട് കിം നന്ദി പറയുന്നു. ചോയ് കിം പറഞ്ഞ കാര്യം ഓർത്ത് കരയാണ്. കാരണം ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോങ് ആയി വന്ന കിം ഇനി ഉണ്ടാവില്ല എന്ന സത്യം അവൻ ഓർക്കുന്നു. ഇന്നാണ് കിങ്ഡു പാലിൻ്റെ അവസാന ദിവസം. കിങ്ഡു പാലിന് പോകാൻ സമയമായതും അവൻ എഴുന്നേൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവനെ തടഞ്ഞുകൊണ്ട് സോങ്ങിൻ്റെ ആത്മാവ് ആ പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ശേഷം അടുത്ത സീനിൽ ചോയെയും കിമ്മിനെയുമാണ് കാണിക്കുന്നത്. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ അവർ കോളേജിലേക്കും പോകുന്നു. സന്തോഷത്തോടെ പോകുന്ന അവരെ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.